ലൈഫിൽ ഏറ്റവും ഏറ്റവും ഹാപ്പിനെസ് തരുന്നതാണ് റിലേഷൻഷിപ്സ് അല്ലേ. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേപോലെ തന്നെയാണ് ബ്രേക്കപ്സ് വരുന്നത്. ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്ക് ഡിറ്റാച്ച് ആകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വളരെ പെയിൻഫുള്ളും ആയിരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി ആ ബ്രേക്കപ്സ് എന്ന് പറയുന്നത് ഒരു അലാം സൈനാണ്. പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയും ബ്രേക്കപ്സ് വളരെ നല്ലതും കൂടെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. ബട്ട് നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്തെന്ന് നമുക്ക് തോന്നുന്നത് ലൈക്ക് ഇപ്പോൾ മൊബൈൽ ഫോണിൽ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുക, അവരുമായിട്ട് നോ കോണ്ടാക്റ്റിലിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരുമായിട്ട് നമ്മൾ ആ റിലേഷൻ കട്ട് ചെയ്ത് പുറത്ത് വന്നത്. ആക്ച്വലി അങ്ങനെയാണോ? ചില റിലേഷൻസ് അങ്ങനെ ഉണ്ടാവാം, നമ്മൾ അവരെ പറ്റിയിട്ട് കൺസേണേ അല്ലാത്ത കുറച്ച് റിലേഷൻസ്. പക്ഷെ ചില റിലേഷനിൽ നമ്മൾ വിചാരിക്കും അവർ സഫർ ചെയ്യുന്നത് കാണണം, അല്ലെങ്കിൽ അവർ എൻ്റെ അടുത്ത് സോറി പറഞ്ഞ് വരുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഞാനില്ലാതെ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എനിക്ക് കാണുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വരുന്നു. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഡു യു തിങ്ക് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? കാരണം സ്റ്റിൽ യു ആർ കണക്റ്റഡ് എനർജറ്റിക്കലി. അപ്പം സൈലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിറ്റാച്ച്മെൻ്റ് അല്ല. നമുക്ക് എനർജറ്റിക്കലി നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരണം. സോ അത് ഒരു ലോങ് പ്രോസസ്സാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതൊരു ലോങ് പ്രോസസ്സാണ്. അതിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളുടെ ഈ ഒരു ആങ്സൈറ്റിയിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ബിക്കോസ് ഈ ഒരു സെപ്പറേഷണൽ ആങ്സൈറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തി മോശമായിട്ടിരിക്കണം എന്ന് കാണേണ്ടത്. സോ എങ്ങനെ നമ്മൾക്ക് ഈ ഒരു ആങ്സൈറ്റിയിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും? എനർജറ്റിക്കലി ആണ് നമുക്ക് ഡിറ്റാച്ച് ആവേണ്ടത്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾക്ക് ഇതിലോട്ട് ഈ ഒരു ആങ്സൈറ്റീനെ ക്ലിയർ ചെയ്ത് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള പാത്തിലോട്ട് പോകുന്നത്. ബിക്കോസ് നമ്മൾ ആ ഒരു പാത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത്? എപ്പോഴും ഇതുപോലെയുള്ള റിലേഷൻസിനെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ കറക്റ്റായിട്ട് വരേണ്ട ആ ഒരു സോൾമേറ്റിനെ നമ്മൾ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല. ബിക്കോസ് യു ആർ ഇൻ ദാറ്റ് ലൂപ്പ്. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. സോ യു ഹാവ് ടു എൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി എനർജറ്റിക്കലി. സോ ഇതിന് വേണ്ടത് ലെറ്റ് ഗോ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ്സ് വെരി ടഫ്. ലെറ്റ് ഗോ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ആങ്സൈറ്റിയും ഇതും കൂടെ കമ്പൈൻ ആകുമ്പോഴത്തേക്ക് അത് വളരെ പാടാണ്. സോ ഐ ക്യാൻ ഗൈഡ് യു എങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ദാറ്റ് പെയിൻഫുൾ മൊമെൻറ്റ്, അതിന് അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള മെമ്മറീസ് ഇതിൽ നിന്ന് എങ്ങനെ ഡിറ്റാച്ച് ആയിട്ട് വരാൻ പറ്റും. സോ ഇതിൽ എങ്ങനെ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിലൂടെ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ പറ്റുന്നതും, അല്ലെങ്കിൽ എല്ലാ ഏരിയാസിലും നിങ്ങൾ സ്റ്റക്കായിരിക്കും ഇഫ് ദാറ്റ് ട്രോമ ഈസ് ഇൻസൈഡ് യു. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ ഗൈഡ് യു, ഐ ക്യാൻ ഹെൽപ്പ് യു. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ. സോ ഇതൊരു ഇത് എൻ്റെ കൂടെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് കുറച്ച് ദിവസം പോകുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ബിക്കോസ് ദ പ്രോസസ് ഈസ് ലൈക്ക് അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാവർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ക്രൈസിസിൽ പോകുന്ന എല്ലാവർക്കും ഡെഫിനറ്റ്ലി ക്യാൻ കോൺടാക്ട് മീ.